മൈ ഫ്രണ്ട്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ 10ാം വാർഷികത്തിനോടനുബന്ധിച്ച് മുക്കാലിൽ പ്രവർത്തിക്കുന്ന ദയാശ്രയയിലെ അന്തേവാസികൾ, ചെറിയ കുട്ടികളാണ് അവിടെ ഉള്ളത്. ആ കുട്ടികൾക്ക് മുഴുവനും പുതുവസ്ത്രം വിതരണം ചെയ്യുകയാണ് ഈ കൂട്ടായ്മ. ഏറ്റവും അഭിനന്ദനീയവും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു കാരുണ്യ പ്രവർത്തനവുമാണ് ഇവർ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും കൂട്ടായ്മകളോടെ ഒക്കെ ഒരു സോഷ്യൽ മീഡിയയുടെ സജീവ സാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അഭിനന്ദനാർഹമാണ്. 10 വർഷമായിക്കൊണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മ അവരുടെ 10ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ സമൂഹത്തിൽ അധസ്ഥിതരായ ഇത്തരം കുരുന്നുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ പ്രവർത്തനത്തെ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലക്ക് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ മറ്റുള്ള ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മൈ ഫ്രണ്ട്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് അവർ ദയാശ്രയത്തിലെ കുട്ടികൾക്ക് ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞൊരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ അറിയിക്കുന്നു. ഇതിൽ പങ്കാളികളാവാൻ ഞങ്ങൾക്ക് സാധിച്ചതും ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമാണ്. അത് പ്രത്യേകിച്ച് മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഫായിദ ബഷീർ സാഹിബിൻ്റെ സാന്നിധ്യത്തിലാണ് സാധിച്ചത്. ഇത് ഞങ്ങൾക്ക് അവസരമൊരുക്കിയ ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. മൈ ഫ്രണ്ട്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ 10ാമത്തെ വാർഷികമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ. ഏകദേശം 10 വർഷത്തോളം ഈ ഒരു കൂട്ടത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കും വലിയൊരു സംഭവമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഈ 10ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡ്രസ്സുകളും അതുപോലെ ഭക്ഷണവും അതിനു വേണ്ട സാമ്പത്തികമൊക്കെ തന്ന ഒത്തിരി പേര് നമ്മുടെ കൂടെയുണ്ട്. NDA ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അവർ തന്നെ നല്ല ഡ്രസ്സുകൾ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിലുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മളവർ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ട സാമ്പത്തികം തന്ന ഗ്രൂപ്പിലുള്ള ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ കൂടെയുണ്ട്. അവർക്കൊക്കെ ഹൃദ്യമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ഇത് മറ്റുള്ളവർക്കൊരു തണലായി നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സ്നേഹബന്ധം എന്ന് നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും സ്നേഹവും ഇതോടുകൂടെ അറിയിക്കുക.